ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഓണൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ്. അതായത് നമ്മളെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ഒരു 8 മണി, രാവിലെ ഒരു 8 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എന്താ ഉഷാറ്, രാവിലെ തന്നെ 5 മണിക്ക് എണീറ്റ് അലാറം അടിഞ്ഞപാട് അത് ഓഫാക്കിക്കൊണ്ട് എണീറ്റ് പോരുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നല്ല സുഖമുള്ള പരിപാടി. ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ എണീക്കാനേ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഇക്കാണ്ടതിപ്പോൾ ഞാൻ ശശിയായതാണ്. രാവിലെ ഈ കൂരാക്കൂര് ഇരുട്ടത്ത് ഞാൻ ഈ ജനവാതിൽ തുറന്നിട്ടിട്ട് എന്ത് സീൻ പിടിക്കാനാണെന്ന് എനിക്കും മനസ്സിലായില്ല. പിന്നെ വ്ളോഗ് എടുക്കണ ഉഷാറിലെന്താ കൊണ്ട് തുറന്നിട്ടിട്ട് പുറത്തേക്ക് നോക്കിയതാണ്. ഞാനിങ്ങനെ തുറന്നിട്ടിട്ട് ഈ സമയത്ത് ഈ ഇരുട്ടത്തൊന്നും ഞാൻ ജനൽ തുറക്കില്ല, എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ല ഉഷാറിലിതാ ദിവസം സ്റ്റാർട്ട് ചെയ്തിക്കണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇരുന്നിട്ടേ അടുക്കളയിലേക്ക് കയറലുള്ളൂ കേട്ടോ. ആദ്യത്തെ ഞാനാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. പിന്നെ എനിക്ക് ഈ മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് അതിൽ ഇതുപോലെ എക്സസൈസ് ചെയ്യുക, കുറച്ച് സമയം അതുപോലെ കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കാം. അത്ര വലിയ എക്സ്ട്രീം ലെവലിലേക്കൊന്നും ഞാൻ ആ ഒരു മിറാക്കിൾ മോർണിംഗിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈലൻസിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ, അടുക്കള പണികൾ ചെയ്യാന്നുള്ള ആ ഒരു റൊട്ടീനിലേക്ക് എത്താൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം. അപ്പം നമ്മൾ മനസ്സിൽ നമ്മളെ കൊണ്ട് ഈ ജന്മം പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ 5 മണിക്ക് എണീറ്റ് ഒരു 5:30 വരെ, അല്ലെങ്കിൽ ഇപ്പം 5:45 എണീക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണി വരെ. അപ്പോൾ അതിനൊരു അലാറം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം ഇതും കൊണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിനൊരു അലാറം വെച്ച് കഴിഞ്ഞാൽ ആ സമയം ആയിക്കഴിഞ്ഞാൽ എന്തായാലും എണീറ്റ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം. രാവിലെ എണീറ്റ് ഇതിനിങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള സമയം ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു അലാറം കൂടി ഒരു റിമൈൻഡർ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ എണീറ്റിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോയി നിൽക്കണം. ഒരു 5:45 ആയിട്ടോ, 5:40 ആയി. അപ്പോൾ അത് അടുക്കളയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ തൈരാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതേനെ കേട്ടോ. അപ്പോൾ അതെന്തായാലും നല്ല, ഇപ്പം ഇങ്ങനെ തൈര് ഉണ്ടാക്കുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര്. ഇപ്പമായിട്ട് കുറച്ചായിട്ട് ശിഖമോളൊക്കെ നല്ലോണം തൈര് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. ഈ രാവിലെ തന്നെ സെൽഫ് കെയറിൻ്റെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ നെറ്റി ചൊളിക്കൂലേ. കാര്യം ഈ രാവിലത്തെ ഈ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ സെൽഫ് കെയർ ഒന്നും ചെയ്യുക, ഇപ്പോൾ ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും അതൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എക്സ്ക്യൂസായിട്ട് നമ്മൾ പറയാം. അതുപോലെ ഇപ്പോൾ നമ്മളെ ചെമ്പരത്തി, ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ അമ്മമാരും അമ്മമ്മമാരൊക്കെ പറഞ്ഞ് അപ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് ഈ താളി ഉപയോഗിക്കുന്നതിൻ്റെ കാര്യമില്ലേ. നമ്മളെ ഹെയർ കെയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ താളീനെ പറ്റി. ഈ താളീനെ ഇപ്പം ചെമ്പരത്തിയൊക്കെ പറിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് താളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കഴുകി വൃത്തിയാക്കി ആ ഭാഗങ്ങൾ വൃത്തിയാക്കണം, പിന്നെ താളി പറിച്ചുകൊണ്ട് വരുന്ന കാര്യമൊക്കെ എല്ലാം കൂടി ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമ്മളതവിടെ സ്റ്റോപ്പ് ചെയ്യൂലേ. പിന്നെ ആ ഹെയർ കെയർ എന്നുള്ളതേ നമ്മളങ്ങോട്ട് എടുത്ത് മായ്ച്ചാളയും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ്, അതിനുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുന്നത്. മാമാർത്ത് ബ്രാൻഡ് നമ്മളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. മാമാർത്ത് ബ്രാൻഡ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ മാമാർത്ത് ബ്രാൻഡിൻ്റെ കേരള താളിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 12 ഹെർബ്സിൻ്റെ അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന താളിയാണ് കേട്ടോ. താളി മിക്സാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെഡി ടു യൂസ് ആയിട്ടുള്ള താളി മിക്സാണ്. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് ഇവർ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ താളി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, മുടി നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നല്ല ലോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താളി യൂസ് ചെയ്യുക. സാധാരണ നമ്മളിപ്പോൾ ചെമ്പരത്തി താളി ഉണ്ടാക്കി ഉപയോഗിക്കില്ലേ, ചെമ്പരത്തി മാത്രം ആക്കിയിട്ട് ചെമ്പരത്തിൻ്റെ ഇലയും പൂവൊക്കെ എടുത്തിട്ട് താളിയായിട്ട് നമ്മൾ ഉപയോഗിക്കലുണ്ട്. അതും നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയണ പരിചയമുള്ള ഹെയർ കെയറിൽ പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലേ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നെല്ലിക്ക, കറിവേപ്പില, ചെമ്പരത്തി, ശിക്കക്കായ്, തുളസി, നീമ, അങ്ങനെ തുടങ്ങി അലോവേര, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം മുടി നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന ഒരു താളി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ, അതും ഞാൻ ഈ പറഞ്ഞ പോലെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ആ ഒരു ഉറപ്പോട് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ബിസി ലൈഫിൽ.
അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാമാർത്ത് ബ്രാൻഡിൻ്റെ ഈ ഒരു കേരള താളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവർ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ആമസോൺ, പർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇപ്പം ഓഫ്ലൈനായിട്ടും മാമാർത്തിൻ്റെ പ്രസൻസ് അവൈലബിൾ ആണ്. തീർന്നിട്ടില്ല, നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. പിന്നെ മാമാർത്ത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിന് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ഫീഡ്ബാക്കും മാമാർത്തിന് അത്രയും വാല്യുബിൾ ആണ്. അപ്പം ആ കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കുക. മാമാർത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ജെന്യൂൻ ഫീഡ്ബാക്ക് മാമാർത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ചെറിയൊരു എഫേർട്ടും കൂടി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ കിറ്റാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ കേരള താളീൻ്റെ ഹെയർ ഓയിലും ഷാമ്പുവും കണ്ടീഷണറും അവൈലബിൾ ആണ്. അപ്പോൾ എത്ര നമ്മൾ ബിസി ആണെന്ന് പറഞ്ഞാലും ഇതിനൊരു 5 മിനിറ്റ് എടുക്കാൻ നമ്മളെ കയ്യിൽ ഉറപ്പായിട്ടും ടൈം ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ നമ്മളെ ഹെയർ കെയർ ഇന്നിപ്പോൾ താളിയൊക്കെ തേച്ചിട്ടുള്ള ഒരു കുളിയാണ്. അപ്പം ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ സെറ്റായി. മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്ററും ബിഫോറും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ശരിക്കും ഷൈനായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയുള്ളത് ഇതാ നമ്മളെ ഇന്നത്തെ മെനു ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ബോർഡ് ഇങ്ങനെ ഉണ്ട്. നമ്മളെ ഡെയിലി കാണുന്നവർക്ക് നമ്മളെ വീഡിയോ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതുപോലൊരു ബോർഡ് നമ്മളിതിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം ഇങ്ങനെ റെഡിയാക്കി വെക്കുക ചെയ്യാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പ് ഇത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പ് ചെയ്യാനുള്ളതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രാവിലെ നമുക്ക് പത്തിരിയും ഡ്രോപ്ഡ് എഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ അടുത്തൊരു ഷോർട്ട് വീഡിയോ കണ്ടത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യണം നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചത്തേക്കുള്ളത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ റെസിപ്പി മാത്രമായിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ എന്താ പറയുക അടുക്കളയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മടി വരില്ല. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വേറെ ദിവസം ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മടി വരും. അപ്പോൾ ട്രൈപ്പോഡൊക്കെ സെറ്റാണ്, അടുക്കളയിൽ തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അതും വേഗം നമുക്ക് ഇതുപോലെ നമ്മൾ പ്രിപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡിൽ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ എടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു മടിയിലേക്ക് പോകാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാണ്, സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തങ്ങോട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഇതാ വേറൊരു അഡിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ സാമ്പ്രാണി കത്തിച്ച് വെക്കുക. അതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ ഒരു രാവിലത്തെ സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞത് അത് ശരിക്കും ഇപ്പം കുറച്ചൊക്കെ കുറവാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം മൊത്തം ഒരു പുകയേ ഉണ്ടാവുള്ളൂ, ഒരു പുകമയായിരിക്കും മൊത്തത്തിൽ. ആ പുക ഇങ്ങനെ ശ്വസിക്കുക എന്നുള്ളത്. എന്നിട്ട് ഏട്ടൻ ചീത്ത പറഞ്ഞ് മാറ്റിയെടുത്ത എന്തെങ്കിലും സൂക്കട് വന്ന് ആശുപത്രി കൊണ്ടുവിടേണ്ടി വരില്ലേ ഈ മുതലിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് മാറ്റിയെടുത്തൊരു സംഗതിയാണ് കേട്ടോ ഇത്. പിന്നെ എന്നാലും എനിക്ക് ആ ഒരു സാമ്പ്രാണീൻ്റെ ആ ഒരു മണം കുറച്ച് നേരത്തെങ്കിലും ആ ഒരു മണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവില്ല നമുക്ക് രാവിലെ, ആ ഒരു ഫീല് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ പുകയിച്ച് അതവിടെ നിന്ന് നല്ല മണം തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉഷാറിൽ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഞങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് കഴിഞ്ഞിട്ട് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചല്ല ലോങ് വീഡിയോ തന്നെ ആയിട്ട് ഒരു 7 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഷൂട്ട് ചെയ്യണത്. ഒരു 6 മണി ഒരു 6:15 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ എണീച്ച് വരാൻ തുടങ്ങും കേട്ടോ. ശിഖമോള് ചില സമയം 7 മണിക്ക് ആകുമ്പോഴാണ് എണീക്കുക. ഒക്കെ 9 മണിക്ക് 8:45 9 മണി ആ സമയമാകുമ്പോഴാണ് വണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ 7 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് കേട്ടോ എണീക്കലും. പിന്നെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ മാറ്റി നിന്ന് വണ്ടി വരാനായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരിക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. ഈ സമയത്തൊക്കെയല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എണീറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ വിളിക്കാനൊന്നും പോകലില്ല. പിന്നെ നന്ദൂട്ടന് ഇപ്പം എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരത്തെ എണീറ്റ് സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് എക്സാമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെയാണ്, നമ്മളെ ഓണത്തിനൊക്കെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടികളൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, റെസിപ്പി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്സിനും കൂടി എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ അതൊരു ആർഭാടായിപ്പോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഷോർട്സിന് റെസിപ്പി ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇതൊരു റെസിപ്പി ആയിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മളെ കറി റെഡി കറിയായി എന്നൊക്കെയാണ് പറയണത് കേട്ടോ. കറി റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇനിയിപ്പോൾ പത്തിരിയും കൂടി അങ്ങോട്ട് റെഡിയാക്കി വെക്കണം. അപ്പോൾ പത്തിരീൻ്റെ ഒക്കെ കുഴച്ചൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഓരോരുത്തർ വരുന്നതനുസരിച്ച് നമുക്ക് ചൂടോടെ ആക്കി കൊടുക്കല്ലോ.
അപ്പോൾ നന്ദൂട്ടിന് ഇതാ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഓനുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ കറി റെഡി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുക്കിംഗ് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വിശക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അത് അങ്ങോട്ട് റെഡി ആയത് അങ്ങോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ നമ്മളെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ചില ആൾക്കാർക്ക് ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളം അവിടെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു റൊട്ടീൻ അല്ല, ഒരു ഓർഡർ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ നമ്മൾ അതെന്നും ആ ഒരു ഓർഡറിൽ ചെയ്യുമ്പോൾ സ്പീഡിൽ നമുക്ക് പണികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടെ. അപ്പോൾ പണിക്ക് സ്പീഡില്ല, അല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വേഗം സ്പീഡിൽ ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നന്ദൂട്ടിന് എന്താ പഠിക്കാൻ കുത്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇതുപോലെ റഫായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം കോമൺ ആയിട്ടുള്ള ഈ ലെറ്റർ, ഡയറി, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കോൺവെർസേഷൻ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ബേസിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഔട്ട്ലൈൻ പോലെയൊക്കെ ഉണ്ടാവില്ല ഡയറീൻ്റെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ആ മാറ്റർ എഴുതാനുള്ള ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. പ്രൊഫൈൽ റൈറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ നോട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചെടുത്തതുകൊണ്ട് തന്നെ ഓന് പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹിന്ദിയും അങ്ങനെ തന്നെ, ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ഇതുപോലെ ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചെടുത്തതിനെ കൊണ്ട് തന്നെ ആ ഒരു ഭാഗം വരുമ്പോൾ ഞാനൊന്ന് ഇരുന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓനത് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഓനെന്തായാലും അവിടെ ഇരുന്ന് അതൊക്കെ പഠിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മിറ്റത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കുറച്ച് പരിപാടികളൊക്കെ അല്ലേ, മിറ്റടിക്കുക, പിന്നെ അലക്കാനുള്ളതിടുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാം. എല്ലാ ദിവസവും രാവിലെ തന്നെ എണീറ്റ് ആ മിറ്റടിക്കുക ആ പരിപാടി ഇല്ല കേട്ടോ. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ അധികം വൈകുന്നേര സമയത്തായിരിക്കും മിറ്റടിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ മുന്നിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാനുള്ളതിന്. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞ് ഇതാ മിഷനിൽ ആറിടാനുള്ളത് മിഷനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ട്. അപ്പം ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിക്കാൻ പോകട്ടോ. ഒരു 7:30, ഞാൻ പറഞ്ഞ പോലെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിയലുണ്ട്. അപ്പോൾ ചോറിനുള്ള അവിടെ വെള്ളം വെച്ച് പിന്നെ അത് വലിയ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് റെഡിയായി വരും. അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ അടിപൊളിയായിട്ട് നല്ല ഫ്രഷായി. ഇപ്പം നമുക്കൊരു എന്താ പറയുക, നമ്മൾ വീട്ടിലാണ് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കൂതറ വേഷത്തിൽ, കൂതറാന്ന് മീൻസ് അവിടെ ഇവിടെയും കീറി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ മതി നമ്മളിപ്പോൾ വീട്ടിലല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടൂല. അതുപോലെ തന്നെ നമ്മളെ കാണുന്നവർക്ക് ഒരു ഉഷാറുണ്ടാവില്ല. ഇപ്പം നമ്മളെ കാണുന്നവർക്ക് ഒരു രാവിലെ തന്നെ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്കും ഒരു ഉഷാറാണല്ലോ. അപ്പം എന്തായാലും കാണുന്നവർ ഉഷാറിനേക്കാളും കൂടുതൽ നമുക്കൊരു നല്ലൊരു ഉഷാറ് കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. നല്ലൊരു ആ ഒരു രാവിലെ തന്നെ ആ ഒരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ആ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി മിനുങ്ങി നല്ല അടിപൊളിയായിട്ട് ഒന്ന് പ്രസൻറ്റബിൾ ആവുക എന്നുള്ളതാണ്. അങ്ങനെ വലിയ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് അങ്ങനെയൊന്നല്ല, നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് പ്രസൻറ്റബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരുങ്ങി നടക്കുക, അതുപോലെ തന്നെ നമ്മളെ വീടിനും ആ ഒരു രീതിയിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരികയാണെങ്കിൽ കാണുന്ന ഒരു ഭാഗമാണ് നമ്മളെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ചളിയും കച്ചറയും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ചെരുപ്പൊക്കെ ഉള്ളത് വാരി വലിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റിയെടുത്ത് വെക്കുക. അതുപോലെ സ്റ്റെപ്പൊക്കെ ഒന്ന് തുടച്ചിടുക. ആ ഒരു കയറി വരുന്ന കാണുന്ന ആ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വീട്ടിലേക്കൊരു ഐശ്വര്യം കിട്ടിയ പോലെയാണല്ലേ നമുക്ക് രാവിലത്തെ ആ ഒരു സമയത്ത് തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതും അങ്ങോട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞപാട് പിന്നെ നമ്മളെ ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. ചില സമയം ഞാൻ എന്താക്കും, ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെയാണ് കുളിക്കുക. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്രാവ് പൊരിച്ചതൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് നമ്മളെ ചോറ് റേഷൻ പീടികയിൽ അരി ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. ഒന്ന് നമ്മൾ നേരം വൈകി പോയിന്നുണ്ടെങ്കിൽ കഞ്ഞിയാക്കി കുടിക്കും ചെയ്യാം. അങ്ങനെ രണ്ടുണ്ട് കാര്യം. അപ്പോൾ അത് വേഗം കൊണ്ടുപോയി അത് ഊറ്റി വെച്ച് അപ്പോഴത്തേക്ക് സ്രാവൊക്കെ റെഡിയാക്കി, പൊരിച്ചതൊക്കെ റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് കറി വെക്കാനുള്ളതാണ്. അപ്പോൾ കറി തേങ്ങ അരച്ചാൻ പറഞ്ഞല്ലോ, തേങ്ങ അരച്ചിട്ടാണ് വെക്കണമെന്ന്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് സെറ്റായാണ്. സ്രാവൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ നമുക്ക് അരിയാനുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞൊക്കെ വെച്ച് പിന്നെ വേറൊന്നും നോക്കാനില്ല, വേഗം കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതുപോലെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങൾ വെക്കേണ്ട ആവശ്യം വരലില്ല കേട്ടോ. എന്താ വെച്ചാൽ അതൊന്നും പിന്നെ തൊട്ട് തന്നെ നോക്കൂല. അപ്പോൾ ഇന്നിപ്പോൾ സ്രാവ് പൊരിച്ചതുണ്ട്, സ്രാവ് അടിപൊളിയായിട്ട് കറി വെച്ചതുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരും കൂടി ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് അടുക്കളയിലെ ക്ലീനിങ് പരിപാടികളാണ്.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ വേഗം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മളിപ്പം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം തന്നെ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക. വേറെ പാത്രം കബോർഡിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ ആ കാര്യം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണ്. പിന്നെയും ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലോ ഇങ്ങനെ എടുത്തിടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ മടി കൊണ്ടാണ് വേഗം പാത്രങ്ങൾ അങ്ങനെ ഇപ്പോൾ കഴുകാനുണ്ടായതുകൊണ്ട് സിങ്കിൽ ഇങ്ങനെ നിറച്ചിടാണ്ട് എന്തെങ്കിലും ഒരു കുറച്ച് കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ അതും അങ്ങോട്ട് കഴുകി വെക്കലുണ്ട്. അത് വലിയ ഭയങ്കര ഇതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ പാത്രം കഴുകാൻ മടി ആവണതിനെ കൊണ്ട് വേഗം അത് ഒന്നായിട്ട് കാണുമ്പോൾ ആ പ്രാന്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ചാകുമ്പം തന്നെ വേഗം അങ്ങോട്ട് കഴുകി വെക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് കുറേ വിഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിട്ട് ഗ്യാസ് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അടുക്കള അങ്ങോട്ട് ക്ലീനായി കിട്ടി. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ശിഖമോൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെയ്യൽ. പിന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന കാര്യം പറയുമ്പോഴേ ഇതുപോലൊരു വൈപ്പറും പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്തും ഒരു രണ്ട് ജോഡിയോ അല്ലെങ്കിൽ ഒരു 3-4 മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അടുക്കളയിലുള്ള തുടയ്ക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് ഒരുപാട് ഉപകാരമുള്ള സംഗതികളാണ് ഈ 2 സംഗതികളും. ആ ഒരു വൈപ്പർ കൊണ്ട് നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടുമ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും അടുക്കളയിലുള്ള ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ശിഖമോക്ക് ഇന്നിപ്പോൾ കളർ ഡ്രസ്സാണ് കേട്ടോ. ഇവർക്ക് ബുധനാഴ്ച ദിവസമൊക്കെ കളർ ഡ്രസ്സാണ് ഇടാം. അപ്പോൾ ഇന്ന് ബുധനാഴ്ച കളർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോകും. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഒരുങ്ങി പോകാൻ ഇഷ്ടമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ണെഴുതാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കണ്ണെഴുതുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം ബുധനാഴ്ച ആകുമ്പോൾ കുറച്ചൊരു കണ്ണെഴുതാനും ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുന്നോട് കേട്ടോ. ലിപ്സ്റ്റിക് ഇടാനൊന്നും അങ്ങനെ കൊടുക്കില്ല, എന്നാലും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കുറിയൊക്കെ ഇട്ട് കുറച്ചൊന്നും ഒരുങ്ങി പോവാൻ ഓക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരുങ്ങാനും പിടിക്കാനൊന്നും സമ്മതിക്കലില്ല. അപ്പോൾ ശിഖമോളെ വണ്ടി വരിക ഒരു 9 മണിയൊക്കെ ആവുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പം ഈ രാവിലത്തെ ആ ഒരു 8 മണി ഒരു 8:30 വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ കുറച്ച് 9 മണീൻ്റെ അടുത്തായിട്ട് അത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ടൈം അധികം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു 8:30-8 മണി ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തീരുന്ന പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആക്കി അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്ത് തീർക്കാനുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടൈം നമുക്ക് ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾക്ക് ഇപ്പം പേഴ്സണലായിട്ട് നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ എന്തിനാ ഇപ്പം നമ്മൾ വീട്ടിൽ കുത്തിരിക്കണതല്ലേ, നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ച് ഒക്കെ ഈ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഹറിബറിയായിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കുന്നതിന് പകരം ബാക്കിയുള്ള നമ്മളെ ടൈം നമ്മളെ കൈ കിട്ടുമ്പോഴാണ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലെങ്കിലും തോന്നുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ആ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നമ്മളിങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രം പോരാ, എനിക്ക് അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്ത വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം രാവിലത്തെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഈസി ആക്കാൻ വേണ്ടി തലേന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. അപ്പം പുതിയ വീഡിയോയിൽ എന്തായാലും പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.